ഹായ് എവരി വൺ, നമുക്കിന്ന് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്തല്ല, നമ്മൾ തേങ്ങ ചുട്ടിട്ട് അത് ചതച്ചെടുക്കും. അങ്ങനെയാണ് അതിനകത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ആദ്യം ഇടിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും പച്ചമുളകും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്ര നമ്മൾ ഇടത്തോളൂ കേട്ടോ. ഒരുപാട് മസാലാസ് ഒന്നും ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സും പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കഴുകി വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ചിക്കനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.